അമേരിക്കയുടെ ചുങ്കപ്രഹരത്തിനുള്ള മറുപടി സ്വാശ്രയത്വമെന്ന് സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും കൈവിടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വൻ പദ്ധതികളും ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ചില ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ ഒന്നുകൂടി വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. ചെങ്കോട്ട പ്രസംഗത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം GST പരിഷ്കരണം എന്നുള്ളതായിരുന്നു. ജനങ്ങൾക്കുള്ള ദീപാവലി സമ്മാനം എന്ന പേരിലാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഈ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന ഇന്നു മുതൽ രാജ്യത്ത് നടപ്പാവാൻ പോവുകയാണ്. യുവാക്കൾക്കായുള്ള 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ഇത്. 3.5 കോടി പുതിയ തൊഴിലവസരമാണ് ഇതുവഴി രാജ്യത്ത് അല്ലെങ്കിൽ യുവാക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് വ്യക്തമാണ്. 3.5 കോടി തൊഴിലവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു. സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി നേടുന്ന യുവാക്കൾക്ക് സർക്കാർ 15,000 രൂപ നൽകും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്ന കമ്പനികൾക്ക് പ്രോത്സാഹന തുക ഉണ്ടാകുമെന്ന കാര്യം കൂടി ഇന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ ആണവോർജം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രഖ്യാപനം ഉണ്ടായത്. വിലക്കുറവ്, ഉന്നത ഗുണനിലവാരം എന്ന മുദ്രാവാക്യം സ്വീകരിക്കണം എന്നുകൂടി പ്രധാനമന്ത്രി ഇന്നത്തെ പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു. ഇന്ത്യക്കാർ സ്വന്തം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കണമെന്ന ആഹ്വാനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം മുൻകാല കോൺഗ്രസ് സർക്കാരുകൾക്കുള്ള വിമർശനവും മോദി ഉന്നയിച്ചു. കോൺഗ്രസ് കാലത്ത് ഗരീബി ഹട്ടാവോ മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും അത് നടപ്പായില്ല എന്നുകൂടി പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി.